കേരള രാഷ്ട്രീയം ഇടത്തോട്ടാണോ വലത്തോട്ടാണോ എന്ന് തീരുമാനിക്കാൻ മാത്രം ശക്തമാണ് പാണക്കാട് കുടുംബം, അതായത് ഇന്ത്യൻ മുസ്ലിം ലീഗ്. ഈ ഒരു പാർട്ടിയുടെ സേവനം ലഭ്യമാകാതെ ഒരു പാർട്ടിയും കേരളത്തിൽ സജീവമാകാറില്ല, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലുള്ള മഹത് വ്യക്തിത്വങ്ങളാണ് ഈ പാർട്ടിയുടെ അന്തസ്സും സ്വകാര്യ അഹങ്കാരവും. ഇതുപോലുള്ള മഹത്തായ വ്യക്തികളെ കരിവാരിത്തേക്കുകയാണ് ചിലർ. മുസ്ലിം സമുദായത്തെ തന്നെ ഒന്നാകെ കരിവാരിത്തേക്കുകയാണ് നിസാർ കുന്നുമ്മൽ, സാലിഹ് മറ്റത്ത്, ഫൈസൽ, ഇസ്മായിൽ സഖാവി തുടങ്ങിയ ഒരു കൂട്ടം മുസ്ലിം നാമധാരികൾ. ഇവരെപ്പോലുള്ള ആളുകളാണ് ഒരു സമുദായത്തെ മുഴുവൻ തന്നെ സംശയത്തിൻ്റെ കരിനിഴലിൽ മതതീവ്രവാദത്തിനും കള്ളക്കടത്തിനും കരിഞ്ചന്തയ്ക്കും എല്ലാം കാരണക്കാരായി സമൂഹം കാണാൻ ഇടയാക്കുന്നതും. തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി ഇത്തരക്കാർ പാണക്കാട് കുടുംബത്തെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും അതിലെ നേതാക്കന്മാരെയും തെറ്റിദ്ധരിപ്പിച്ച് ഇടനിലക്കാരായി കോടികൾ തട്ടിച്ച് കടന്നു കളയുന്നുണ്ട്. ദുബായിലും സൗദിയിലും വെട്ടിച്ച് സ്വന്തം ആക്കുന്ന കോടികൾ ഉപയോഗിച്ച് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനികൾ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. വള്ളിക്കുന്ന് പോലൊരു ചെറിയ പഞ്ചായത്തിൻ്റെ മാത്രം ചുമതലയുള്ള മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയുടെ ആസ്തിയും ആഡംബര വാഹനങ്ങളും മറ്റും ഞെട്ടിക്കുന്നവയാണ്. ദുബായ് മാത്രമല്ല ഇവരുടെ വിഹാര കേന്ദ്രം. ബാങ്കോക്ക് വഴിയുള്ള ഇടപാടുകളും മറ്റ് പണമിടപാട് സ്രോതസ്സുകളെക്കുറിച്ചും EDയും NIA ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളും ഇപ്പോൾ അന്വേഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.